ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 12 വേ ഡി ബി ആണ് സിംഗിൾ ഫേസ് വരുന്നത്. സിംഗിൾ ഫേസ് 12 വേ എന്ന് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ MRP ആണോ ഏകദേശം കൊടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 1860 MRP കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്ര റേറ്റ് വരുന്നില്ല. നമുക്ക് എന്തായാലും ഇതിനേക്കാൾ കുറച്ചുകൂടി ഡിസ്കൗണ്ട് ചെയ്ത് കാര്യങ്ങൾ എന്തായാലും കിട്ടും. ഒരു 1200 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ രണ്ട് രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡി ബി ഉറപ്പിക്കുന്നത്. ശരിക്കും ഡി ബി എല്ലാം, അതായത് പ്ലാസ്റ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡി ബി ഉറപ്പിക്കാറുണ്ട്. അതല്ല, നമ്മൾ വെട്ടിപ്പൊളിക്ക് മുന്നേ ഓൾറെഡി വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് തന്നെ ഡി ബി ഉറപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഉചിതമായ രീതി എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യുന്ന ഓരോരുത്തർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഓരോ വ്യത്യാസങ്ങളുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ഡി ബിയുടെ കേസ് വന്നിരിക്കുന്നതാണ്. അതായത് രണ്ട് രീതിയിൽ, അതായത് ഫ്രണ്ടിലുള്ള അതിൻ്റെ ഡോറ് വരുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഡോറ് ഫ്രണ്ട് ഇതാണ്. ഫിനിഷിങ് സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം അവസാനം വരുന്ന ഡോറ് വി ഗാർഡിൻ്റെയാണ്. വി ഗാർഡിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ഡോറാണ് ഈ കാണുന്നത്. ആ ഡോറിന് ജസ്റ്റ് അത്രയും പ്രൊജക്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്ററിൻ്റെ അടുത്താണ് പ്രൊജക്ഷൻ ഉള്ളത്. അപ്പോൾ അത്രയും വേണം പുറത്തേക്ക് തള്ളി പിന്നെ തേപ്പോനും കൂടി കിട്ടുന്ന രീതിയിൽ വേണം നമ്മുടെ ഡി ബി ഉറപ്പിക്കാനായിട്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം അതെങ്ങനെ ഉറപ്പിക്കുന്നതെന്ന് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്നതാണ് ലിങ്കുകളാണ് തന്നിരിക്കുന്നത്. ന്യൂട്രൽ ലിങ്ക് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഡോറിൻ്റെ സ്ക്രൂകൾ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ ലിങ്കുകൾ കണ്ട MCBകൾ ലിങ്ക് ചെയ്യാനുള്ള ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത്, അതായത് തേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉറപ്പിക്കുന്ന സമയത്ത് മണ്ണോ ചെളിയോ കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ട് മൊത്തം മൂടി വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റാണ് വന്നിരിക്കുന്നത്. നമ്മളിത് ഡി ബി ഉറപ്പിച്ചതിന് ശേഷം ജസ്റ്റ് ഇതിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ നമ്മൾ നീറ്റായിട്ട് എപ്പോഴും ഡി ബി ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മണ്ണ് ഒട്ടും തന്നെ, അല്ലെങ്കിൽ സിമെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഡി ബി ഉറപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. ഡി ബി നമ്മൾ എങ്ങനെ ഉറപ്പിക്കാമെന്നാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, അതായത് തേപ്പോനം കിട്ടാവുന്ന രീതിയിലും ഡോറിൻ്റെ ആ 1 സെൻറ്റിമീറ്റർ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് വേണം ഡി ബി ഉറപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചേര വന്നു കഴിഞ്ഞാൽ, തേപ്പ് ചേര വന്നു കഴിഞ്ഞാൽ MCB വെക്കുന്ന സമയത്ത് നമുക്ക് MCB വെച്ചിട്ട് ശേഷം നമ്മൾ ഡോറ് വെക്കുന്ന സമയത്ത് MCB ഒട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ MCB ഉള്ളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡി ബി ഉറപ്പിക്കുന്ന സമയത്ത് ആ തേപ്പ് കനം കൂടി കിട്ടുന്ന രീതിയിലും പിന്നെ അതിൻ്റെ ഡോറിന് ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടി കിട്ടുന്ന രീതിയിൽ നമ്മൾ കുറച്ച് പുറത്തേക്ക് ഇട്ടതിന് ശേഷം മാത്രമേ ഡി ബി ഉറപ്പിക്കാവൂ. അത് സ്പിരിറ്റ് ലെവലിൽ ഉറപ്പിക്കുക. പിന്നെ എത്ര പൈപ്പാണ് വരുന്നത് അത് കറക്റ്റ് ചെയ്ത് നമ്മൾ അത് കറക്റ്റ് അതിൻ്റെ അത് നോക്കൗട്ട് കാര്യങ്ങളുണ്ട്. ആ നോക്കൗട്ട് കാര്യങ്ങൾ കളഞ്ഞതിന് ശേഷം ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ. ഡി ബി മാക്സിമം നോക്കൗട്ട് കളഞ്ഞ് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ടറിന് ഉപയോഗിച്ച് കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മെറ്റൽ ആയതുകൊണ്ട് ആ കട്ട് ചെയ്ത സ്ഥലത്ത് ഓൾറെഡി പതുക്കെ തുരുമ്പ് കയറി വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേം നോക്കൗട്ട് കളയുകയാണെങ്കിൽ പൗഡർ കോട്ടിംഗ് ആണ് വരുന്നത് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് തുരുമ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ 12 ഇത് അതിലേക്ക് വരുന്ന പൈപ്പുകളാണ്. 12 ഡി ബി എന്ന് ഉദ്ദേശിച്ചാൽ 12 MCB നമുക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറ്റും. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിംഗിൾ ഫേസ് ഐസൊലേറ്ററും സിംഗിൾ ഫേസ് ELCB ഇത് വെച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം 4 മോഡ്യൂൾ അപ്പോൾ തന്നെ തീർന്നു. അതായത് 4 MCB വെക്കേണ്ട സ്ഥലം ഓൾറെഡി ഐസൊലേറ്ററും ELCBയും കഴിഞ്ഞു. ബാക്കി 8 MCB നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാൻ സമയം. അപ്പോൾ 8 വേ ഡി ബി നമ്മൾ വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 12 വേ ഡി ബിയിലാണെങ്കിൽ നമുക്ക് 8 MCB വെക്കാൻ സാധിക്കുള്ളൂ. ELCB ഐസൊലേറ്ററും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 8 MCB കൊള്ളാൻ സാധിക്കുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.